കാസർഗോഡ് മണ്ടേക്കാപ്പ് സ്വദേശിയായ 15-കാരിയുടെ തിരോധാനത്തിൽ പ്രദേശവാസിക്കായി അന്വേഷണം. 15-കാരിയെ പ്രദീപ് കടത്തിക്കൊണ്ടുപോയതാണെന്നാണ് സംശയം. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ 15-കാരിയെ കണ്ടെത്താനായിട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ട് ദിവസങ്ങളായി, പക്ഷേ ഒരു തുമ്പും കണ്ടെത്താനെതിരായിട്ടില്ല. 100-ലധികം പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഒടുവിൽ പ്രദീപിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രവിധ, പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രദീപിനെ സംശയിക്കുന്നുണ്ട്. കാരണം ഈ കുട്ടി പോയ അന്നേ ദിവസം മുതൽ തന്നെ പ്രദീപും മിസ്സിംഗ് ആണ്. പ്രദീപിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. പ്രദീപിന്റെ ഫോണ് അന്നേ ദിവസം, അതായത് ഈ മാസം 12-ാം തീയതി രാവിലെ 11 മണിവരെ ഫോണ് ബെല്ലടിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഫോണ് സ്വിച്ച് ഓഫ് ആയത്. അതും ഈ പ്രദേശത്തെ മണ്ടേക്കാപ്പ്, ഉപ്പള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച ടവർ ലൊക്കേഷനാണ് ഈ പ്രദീപിന്റെ ഫോണും കാണിക്കുന്നത്. പ്രദീപിന്റെ മടിക്കേരിയിലുള്ള ബന്ധുവീടുകളിലും പോലീസ് തെരച്ചിൽ നടത്തി. ഏതെങ്കിലും വിധത്തിൽ കുട്ടിയെ അവിടെ കടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അന്വേഷണത്തിനായി കൂടുതൽ പോലീസ് സംഘത്തെ നിയോഗിക്കാനാണ് ഇപ്പോഴുള്ള തീരുമാനം. പ്രദേശത്തെ കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിലും ഈ കുട്ടിയുടെയോ അല്ലെങ്കിൽ പ്രദീപിന്റെയോ ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റൊന്ന്, 100-ലധികം പേരെ ചോദ്യം ചെയ്തു. അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഈ ടവർ ലൊക്കേഷൻ ഈ പ്രദേശത്ത് തന്നെയാണ് കാണുന്നത്. മണ്ടേക്കാപ്പ്, ഉപ്പള പ്രദേശങ്ങൾ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ കാടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി പോലീസ് ഇപ്പോൾ ഊർജിതമായി നടത്തുന്നത്. പക്ഷേ ഇതുവരെയും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പ്രദീപിനായുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. പ്രദീപിന്റെ വീട്ടുകാരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രദീപ് പോകാനിടയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ നോക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊന്നും പ്രദീപിനെയും കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പ്രവിധ, ക്രിസ്റ്റീന.